ഡോക്ടർ മീരയുടെ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ച സമയം തെറ്റി ഓടുന്ന ഹൃദയം എന്ന സന്ദേശവും 3 എന്ന സംഖ്യ ആലേഖനം ചെയ്ത പോക്കറ്റ് വാച്ചും ആദർശൻ്റെ മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തി. കൊലയാളി ഇരയുടെ ജീവൻ എടുത്തിട്ടില്ല, പകരം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. ആദർശ് തൻ്റെ ടീമുമായി ഒരു അടിയന്തര ചർച്ച നടത്തി. ഡോക്ടർ ഒരു കാർഡിയോളജിസ്റ്റാണ്. സമയം തെറ്റി ഓടുന്ന ഹൃദയം അവരുടെ ജോലിയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതിനെ സൂചിപ്പിക്കാം, ആദർശ് പറഞ്ഞു. അന്വേഷണത്തിൽ കഴിഞ്ഞ മാസം ഡോക്ടർ മീര നടത്തിയ ഒരു ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ച് വിവരം ലഭിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചതിനെ തുടർന്ന് 3 മിനിറ്റോളം ഡോക്ടർക്ക് താളം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രോഗി സുഖം പ്രാപിച്ചെങ്കിലും ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവുണ്ടെന്ന് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമാത്രമല്ല, എസ്ര ബിൽഡിംഗ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരിൽ ഒരാൾ അനീഷ് എന്ന കൊറിയർ ഡെലിവറി ബോയ് ഡോക്ടർ മീരയുടെ ക്ലിനിക്കിലെ ഒരു ജീവനക്കാരൻ്റെ ബന്ധുവാണെന്നും കണ്ടെത്തി. അതേസമയം പോക്കറ്റ് വാച്ചിലെ 3 എന്ന അക്കത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മറ്റൊരു നിർണായക വിവരം ലഭിച്ചു. പഴയ എസ്ര ബിൽഡിങ്ങിന് സമീപം തകർന്നുപോയ തൂണിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ 3 എന്നെഴുതിയ ഒരു പഴയ വാച്ച് ടവർ ഉണ്ടായിരുന്നു. അത് ഒരു കാലത്ത് കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാന പോയിന്റായിരുന്നു. വാച്ച് ടവർ 3 ഡോക്ടർ മീരയുടെ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയ വാച്ചും ടവറിലെ 3 എന്ന സംഖ്യയും തമ്മിൽ ബന്ധമുണ്ട്, ആദർശ് പറഞ്ഞു. കൊലയാളിക്ക് ഡോക്ടറെ ഒളിപ്പിക്കാൻ കഴിഞ്ഞ സ്ഥലം ഒരു വാച്ച് ടവർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള സൂചന നൽകിയിരിക്കാം. ആദർശ് ടീമിനൊപ്പം വാച്ച് ടവർ ലക്ഷ്യമാക്കി നീങ്ങി. തുറമുഖത്തിനടുത്തുള്ള വിജനമായ ഒരു സ്ഥലമായിരുന്നു അത്. ദൂരെ നിന്ന് തന്നെ തകർന്ന എസ്ര ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിലായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പഴയ വാച്ച് ടവർ അവർ കണ്ടു. ഇരുട്ടിൽ അത് ഒരു നിഴൽ പോലെ നിന്നു. ടവറിന് ചുറ്റും കാട് കയറി കിടക്കുന്നു. ടവറിൻ്റെ പ്രധാന വാതിൽ തുരുമ്പെടുത്ത് അടഞ്ഞു കിടക്കുന്നു. വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയപ്പോൾ മുകളിലേക്ക് കയറാനുള്ള പടികൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മൊബൈൽ വെളിച്ചത്തിൽ അവർ പടികൾ കയറി. ടവറിലെ മുകളിലെ മുറിയിൽ ഡോക്ടർ മീരയെ ആദർശ് കണ്ടു. അവർ ഒരു കസേരയിൽ കെട്ടിയിരിക്കുന്നു. വായിൽ തുണി തിരുകിയിട്ടുണ്ട്. ഭയന്ന് വിറച്ച ആ കണ്ണുകൾ ആദർശിനെ കണ്ടപ്പോൾ ആശ്വാസം കണ്ടു. അവരുടെ ദേഹത്ത് മുറിവുകളൊന്നുമില്ല, പക്ഷേ കസേരയുടെ കയ്യിൽ തുണി ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിൽ ഒരു ഹൃദയം ചിഹ്നമുള്ള കാർഡ്. ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദർശ് മുറിയിൽ മറ്റെന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് കണ്ണോടിച്ചു. ജനലിനരികിൽ വൃത്തിയായി മടക്കി വെച്ച ഒരു കടലാസ് കഷ്ണം കിടന്നിരുന്നു. അത് കയ്യിലെടുത്ത് വായിച്ചപ്പോൾ ആദർശ് ഞെട്ടി. താളം തിരുത്തിയവൻ. അടുത്ത കളി ഡയമണ്ടിലാണ്. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ. എഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഡോക്ടർ മീരയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ആദർശ് അവിടെ എത്തുമെന്ന് മുൻകൂട്ടി കണ്ട് അടുത്ത സൂചനയും വെച്ചിരിക്കുന്നു. ഡയമണ്ട്. എസ്ര ബിൽഡിങ്ങിലെ മറ്റ് 2 ഓഹരി ഉടമകളായ രമേശ് നമ്പ്യാരെയോ സുകുമാരനെയോ ആണ് ഇത് സൂചിപ്പിക്കാൻ സാധ്യത. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ. എന്താണ് ഈ തൂണുകൾ സൂചിപ്പിക്കുന്നത്? എസ്ര ബിൽഡിങ്ങിലെ 4 തൂണുകൾ. ഡോക്ടറെ മോചിപ്പിച്ച് പോലീസിൻ്റെ സംരക്ഷണത്തിലാക്കിയ ശേഷം ആദർശ് വീണ്ടും അന്വേഷണത്തിലേക്ക് കടന്നു. എസ്ര ബിൽഡിങ്ങിലെ 4-ാം തൂൺ തകർന്ന തൂണായിരുന്നു. അതിലെ കണക്ക് എന്തായിരിക്കും? 2-ാം തൂൺ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡയമണ്ട് ചിഹ്നം ആരെയാണ് ലക്ഷ്യമിടുന്നത്? എസ്ര ബിൽഡിങ്ങിലെ 2-ാം തൂണിൽ ഒളിപ്പിച്ച രഹസ്യം എന്തായിരിക്കും? 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ എന്ന എഡ്ജിൻ്റെ സന്ദേശം ഇൻസ്പെക്ടർ ആദർശിനെ വീണ്ടും എസ്ര ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളിലേക്ക് എത്തിച്ചു. എസ്ര ബിൽഡിങ്ങിൻ്റെ ദുരന്ത റിപ്പോർട്ടുകൾ ആദർശ് വീണ്ടും പരിശോധിച്ചു. തീപിടുത്തത്തിൽ തകർന്നത് 4-ാമത്തെ തൂണായിരുന്നു. അതിൻ്റെ കണക്ക്, അതായത് ആ തൂണിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ രഹസ്യം 2-ാം തൂണിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നായിരിക്കണം കൊലയാളി ഉദ്ദേശിച്ചത്. എസ്ര ബിൽഡിങ്ങിന് ചുറ്റും മതിൽ കെട്ടിയിരുന്നെങ്കിലും കെട്ടിടം നിന്ന സ്ഥലത്തേക്ക് ആദർശവും സംഘവും അതിക്രമിച്ച് കടന്നു. അവർ 2-ാമത്തെ തൂണിൽ നിന്നിരുന്ന സ്ഥലം കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള കൽത്തൂണായിരുന്നു അത്. തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും പൂർണ്ണമായും നശിച്ചിട്ടില്ല. കൽത്തൂണിൻ്റെ അടിഭാഗം പൊടിപടലങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നു. ആദർശ് തൻ്റെ കയ്യിലെ ടോർച്ച് അടിഭാഗത്തേക്ക് അടിച്ചപ്പോൾ കല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ വൃത്താകൃതിയിൽ ഒരു ലോഹവസ്തു കണ്ടു. അത് പുറത്തെടുത്തപ്പോൾ അതൊരു പഴയ കോമ്പസ് ആയിരുന്നു. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ദിശകൾ വ്യക്തമായി അടയാളപ്പെടുത്തിയ ഒന്ന്. കോമ്പസ് തിരിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ സൂചി കിഴക്ക് ദിശയിലേക്ക് മാത്രം നീങ്ങാതെ ഒരിടത്ത് ഉറച്ചു നിന്നു. ആ കോമ്പസിൻ്റെ അടിഭാഗത്ത് വിജയൻ മേനോൻ്റെ കൈപ്പത്തിയിൽ കണ്ടതുപോലെ കറുത്ത മഷിയിൽ ഒരു സംഖ്യ എഴുതിയിരിക്കുന്നു, 2. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിലെ കോമ്പസിൽ. ഈ 2 എന്തിനെ സൂചിപ്പിക്കുന്നു? ആദർശ് ചോദിച്ചു. എഡ്ജ് നൽകിയ അടുത്ത സൂചന ഡയമണ്ട് ആയിരുന്നു. ഇത് രമേശ് നമ്പ്യാരെ ലക്ഷ്യമിടുന്നെന്ന് ആദർശ് ഉറപ്പിച്ചു. ഡയമണ്ട് ബിസിനസ് ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. രമേശ് നമ്പ്യാർ ഇപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. എസ്ര ബിൽഡിംഗ് ദുരന്തത്തിന് ശേഷം വിജയൻ മേനോനെ പോലെ ഇയാളും വൻ സാമ്പത്തിക വളർച്ച നേടിയിരുന്നു. ആദർശ് ഉടൻ തന്നെ രമേശ് നമ്പ്യാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ ഓഫീസിലും വീട്ടിലും അന്വേഷിച്ചപ്പോൾ രമേശ് കഴിഞ്ഞ ദിവസം മുതൽ അജ്ഞാത സ്ഥലത്താണെന്ന് ജീവനക്കാർ അറിയിച്ചു. കൊലയാളി ഇയാളെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആദർശ് ദേഷ്യത്തോടെ പല്ലുറുമി. ഡോക്ടർ മീരയുടെ കാര്യത്തിലെന്ന പോലെ എഡ്ജ് ഇവിടെയും ഒരു സ്ഥലസൂചന നൽകിയിരിക്കണം. കോമ്പസിലെ 2 എന്ന സംഖ്യയും അത് നിശ്ചലമാക്കിയ കിഴക്ക് ദിശയും.
ആദർശ് കമ്പ്യൂട്ടറിൽ സിറ്റിയുടെ മാപ്പ് എടുത്ത് തിരിഞ്ഞു. 2 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലം. പെട്ടെന്നാണ് അയാൾക്കത് മനസ്സിലായത്. നഗരത്തിലെ കിഴക്ക്. 2 വർഷം മുമ്പ് രമേശ് നമ്പ്യാർ പണി പൂർത്തിയാക്കിയ ദ്വാരക ടവേഴ്സ് എന്ന ആഡംബര അപ്പാർട്ട്മെന്റ് സമുച്ചയം. ദ്വാരക ടവേഴ്സ് എന്ന പേരിൽ 2 കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദർശ് ടീമിനൊപ്പം ദ്വാരക ടവേഴ്സിലേക്ക് പുറപ്പെട്ടു. അത് നഗരത്തിലെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു കിടക്കുന്ന പൂർണ്ണമായും ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ നിർമ്മാണ ജോലികൾ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് നിശ്ചലമാണ്. ദ്വാരക ടവേഴ്സിന്റെ 2ാം നിലയിൽ വെളിച്ചം കണ്ടപ്പോൾ ആദർശ് ആ വാതിൽ തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. മുറിയിൽ രമേശ് നമ്പ്യാരെ അവർ കണ്ടു. ഒരു ഇരുമ്പ് കസേരയിൽ കെട്ടിയിരിക്കുന്നു. വായിൽ തുണി തിരികിയിട്ടുണ്ട്. ഭയത്താൽ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിന്നു. കസേരയുടെ മുൻപിൽ ഒരു ചെറിയ മേശപ്പുറത്ത് ഒരു ഡയമണ്ട് ചിഹ്നമുള്ള ചുവന്ന ചീട്ട് വെച്ചിരിക്കുന്നു. അതിനടുത്തായി വിജയൻ മേനോന്റെ കാര്യത്തിൽ കണ്ടതുപോലെ ഒരു പഴയ ഇരുമ്പ് ക്ലോക്ക് നിശ്ചലമാക്കിയിരിക്കുന്നു. സമയം 12:02. ആദർശ് ഉടൻ തന്നെ രമേശ് നമ്പ്യാരെ മോചിപ്പിച്ചു. ആശ്വാസത്തോടെ അയാൾ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം അയാളെ അനുവദിച്ചില്ല. ആദർശ് ക്ലോക്കിനടുത്തേക്ക് നീങ്ങി. അതിൻ്റെ ലോഹ ഫ്രെയിമിൽ സൂക്ഷ്മമായി കൊത്തിയ ഒരു ചിഹ്നം, കിങ്. കൂടാതെ ക്ലോക്കിൻ്റെ അടിയിൽ മടക്കി വെച്ച ഒരു സന്ദേശം എഡ്ജ് അവർക്കായി വീണ്ടും വെച്ചിരുന്നു. താളം കണ്ടെത്തിയവൻ. അടുത്തത് സ്പേഡ്. രാജാവിൻ്റെ കണക്ക്. ആദ്യത്തെ തൂണിൽ. എഡ്ജ് തൻ്റെ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരു ഇര മാത്രം. മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സുകുമാരൻ. സൂചന സ്പേഡ്. രാജാവിൻ്റെ കണക്ക്. ആദ്യത്തെ തൂണിൽ. എന്തായിരിക്കും ആ തൂണിൽ ഒളിപ്പിച്ച രഹസ്യം? ഈ കിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അടുത്ത ഇരയായ സുകുമാരൻ്റെ ജീവൻ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? രാജാവിൻ്റെ കണക്ക് എന്നതിൻ്റെ രഹസ്യം എന്താണ്? എഡ്ജിൻ്റെ അടുത്ത ലക്ഷ്യം മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സുകുമാരനാണെന്ന് ഇൻസ്പെക്ടർ ആദർശിന് ഉറപ്പായി. അവസാനത്തെ സൂചന സ്പേഡ്. രാജാവിൻ്റെ കണക്ക് ആദ്യത്തെ തൂണിൽ. വിജയൻ മേനോനും രമേശ് നമ്പ്യാരും എസ്രാ ബിൽഡിംഗ് ദുരന്തത്തിന് ശേഷം വൻ സാമ്പത്തിക വളർച്ച നേടിയിരുന്നു. എന്നാൽ സുകുമാരൻ ഈ സമയത്ത് നഗരസഭയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. എസ്രാ ബിൽഡിങ്ങിന് തീപിടിച്ചപ്പോൾ അതിനെ ഒരു അപകടമായി എഴുതിത്തള്ളാൻ അയാൾ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ആദർശ് കണ്ടെത്തി. കിങ് എന്ന സൂചന സുകുമാരൻ്റെ രാജകീയമായ സർക്കാർ അധികാരത്തെയാണ് സൂചിപ്പിക്കാൻ സാധ്യത. സുകുമാരൻ്റെ സുരക്ഷയ്ക്കായി ആദർശ് ടീമിനെ ഉടൻ തന്നെ അയാൾ വീട്ടിലേക്ക് അയച്ചു. അതേസമയം എഡ്ജിൻ്റെ അവസാന സൂചനയിലേക്ക് ആദർശ് ശ്രദ്ധ തിരിച്ചു. ആദ്യത്തെ തൂൺ. എസ്രാ ബിൽഡിങ്ങിലെ ആദ്യത്തെ തൂണായിരുന്ന അവശേഷിക്കുന്ന ഒരേ ഒരു സൂചന. മറ്റു 3 തൂണുകളും ഏതെങ്കിലും തരത്തിൽ കൊലയാളിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ തൂണിൽ എസ്രാ ബിൽഡിംഗ് ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ആദർശ് തൻ്റെ ടീമിനൊപ്പം വീണ്ടും എസ്രാ ബിൽഡിംഗ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. അവർ 1ാമത്തെ തൂണിൽ നിന്ന ഭാഗം കണ്ടെത്തി. തൂണിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ തിരഞ്ഞപ്പോൾ ഒരു പഴയ ലോക്കറിൻ്റെ താക്കോൽ ആദർശിന് ലഭിച്ചു. താക്കോലിൻ്റെ തലപ്പത്ത് പഴയ പോലീസ് സ്റ്റേഷനുകളുടെ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ താക്കോൽ എസ്രാ ബിൽഡിംഗുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആദർശ് ഉടൻ തന്നെ നഗരത്തിലെ പഴയ പോലീസ് സ്റ്റേഷനുകളിലെ ആർക്കൈവിസ്റ്റുമായി ബന്ധപ്പെട്ടു. 1990കളിൽ എസ്രാ ബിൽഡിംഗ് സ്ഥിതി ചെയ്തിരുന്ന വാർഡിലെ പഴയ പോലീസ് സ്റ്റേഷനിൽ പഴയ കേസുകളുമായി ബന്ധപ്പെട്ട് ചില ലോക്കറുകൾ ഇപ്പോഴും ഉപയോഗിക്കാതെ കിടപ്പുണ്ടെന്ന വിവരം ലഭിച്ചു. ആദർശ് താക്കോലുമായി ആ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടുത്തെ പഴയ ലോക്കർ റൂമിൽ അയാൾ ആ താക്കോലിന് അനുയോജ്യമായ ഒരു ലോക്കർ കണ്ടെത്തി. അത് തുറന്നു. അകത്ത് മഞ്ഞളിച്ച ഒരു പ്ലാസ്റ്റിക് കവറിൽ തീപിടുത്തം നടന്നതിന് ശേഷം പോലീസ് സീൽ ചെയ്ത ചില രേഖകളുണ്ടായിരുന്നു. അതിലൊരു കവറിന് മുകളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: കൊറിയർ ബോയ് അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ തെളിവ്. ആ രേഖകൾ വായിച്ചപ്പോൾ ആദർശ് ഞെട്ടി. അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എസ്രാ ബിൽഡിങ്ങിലെ 4 ഓഹരി ഉടമകളും സർക്കാർ ഉദ്യോഗസ്ഥനായ സുകുമാരനും തമ്മിലുള്ള ഇൻഷുറൻസ് തട്ടിക്കാനായുള്ള രഹസ്യ കരാറിൻ്റെ ഒറിജിനൽ രേഖയായിരുന്നു. കെട്ടിടത്തിന് മനഃപൂർവ്വം തീയിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. അനീഷ് അറിയാതെ ഈ രഹസ്യം കൈമാറാൻ ശ്രമിച്ചപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. 4 തൂണുകൾ, 4 ഓഹരി ഉടമകൾ, രാജാവ്, സുകുമാരൻ, എല്ലാവരും കുറ്റക്കാരാണ്. എഡ്ജ് തൻ്റെ പ്രതികാരം തുടങ്ങിയിരിക്കുന്നു, ആദർശ് മനസ്സിൽ പറഞ്ഞു. കൊറിയർ ബോയ് അനീഷ് എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തത്തിൽ മരിച്ച 4 പേരിൽ ഒരാളാണ്. എഡ്ജ് അനീഷിൻ്റെ അടുത്ത ബന്ധുവായിരിക്കണം. ഈ സമയത്ത് സുകുമാരൻ്റെ വീട്ടിൽ നിന്നും ആദർശിന് ഒരു അടിയന്തര കോൾ വന്നു. സർ, സുകുമാരനെ കാണാനില്ല. ഞങ്ങൾക്ക് വീടിന് ചുറ്റും തിരച്ചിൽ നടത്താൻ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു സ്പേഡ് ചിഹ്നമുള്ള ചീട്ട് മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ചതുരപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അത്. എന്തെങ്കിലും സന്ദേശം? ആദർശ് ചോദിച്ചു. ഉണ്ട് സർ. ചീട്ടിൻ്റെ മറുവശത്ത് വളരെ ചെറുതായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവസാനത്തെ കളി ഉയരത്തിൽ, അവസാനത്തെ ഇര, അവസാനത്തെ കളി. എസ്രാ ബിൽഡിങ്ങിൻ്റെ ദുരന്തത്തിൽ മരിച്ച അനീഷിൻ്റെ പ്രതികാരമാണ് ഈ കൊലപാതക പരമ്പരയുടെ പിന്നിലെന്ന് ആദർശ് മനസ്സിലായി. ഉയരം. നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏതാണെന്ന് ആദർശ് ആലോചിച്ചു. അത് നഗരത്തിന് മധ്യത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്ത സെൻറ്റ് മരീന ടവറാണ്. കൊലയാളി അവിടെയുണ്ട്. സുകുമാരൻ്റെ ജീവൻ രക്ഷിക്കണം. ഒപ്പം ഈ പ്രതികാരത്തിന് അറുതി വരുത്തുകയും വേണം. ആദർശിൻ്റെ മൊബൈൽ ഓഫാക്കി സെൻറ്റ് മരീന ടവർ ലക്ഷ്യമാക്കി കുതിച്ചു.
സുകുമാരനെ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? ആരാണ് ഈ പ്രതികാരം ചെയ്യുന്ന എഡ്ജ്? ഇൻസ്പെക്ടർ ആദർശ് സെന്റ് മരീന ടവർ ലക്ഷ്യമാക്കി കുതിച്ചു. അവസാനത്തെ കളി ഉയരത്തിൽ എന്ന സന്ദേശം വ്യക്തമായിരുന്നു. നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടമായിരുന്നു അത്. രാത്രിയുടെ നിശബ്ദതയിൽ ടവർ ഒരു കൂറ്റൻ നിഴൽ പോലെ നിന്നു. കെട്ടിടത്തിന്റെ താഴെ ആദർശ് ടീമംഗങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. ആദർശ് തന്റെ തോക്ക് ലോഡ് ചെയ്ത് സ്റ്റെയർ കേസുകൾ വഴി മുകളിലേക്ക് ഓടി. ടവറിന്റെ ഏറ്റവും മുകളിലെ 100-ാം നിലയുടെ ഭാഗത്ത് മങ്ങിയ ഒരു വെളിച്ചം കണ്ടു. പടികൾ കയറി 100-ാം നിലയിലെത്തിയപ്പോൾ തുറന്ന ഒരു നിലയിലായിരുന്നു. അധികം തണുത്ത കാറ്റ് അവിടെ ആഞ്ഞു വീശി. നിലത്ത് കോൺക്രീറ്റിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. മുറിയുടെ ഒരറ്റത്ത് ഒരു വലിയ ഇരുമ്പ് ബീമിനോട് ചേർത്ത് സുകുമാരനെ കെട്ടിയിരിക്കുന്നു. ഭയം അയാളുടെ മുഖത്ത് കല്ലിച്ചതുപോലെ നിന്നു. അയാളുടെ മുന്നിൽ കറുത്ത ഹൂഡിയും മാസ്കും ധരിച്ച് എഡ്ജ് നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരു നീണ്ട വസ്തുവുണ്ട്. ആദർശ് തന്റെ തോക്ക് എഡ്ജിന് നേരെ ചൂണ്ടി. നിഴലിലെ കളി അവസാനിച്ചു. എഡ്ജ് കയ്യിലുള്ള തോക്ക് താഴെയിടുക. ആദർശ് ശബ്ദമുയർത്തി. എങ്കിലും സ്വരം ശാന്തമായിരുന്നു. എഡ്ജ് സാവധാനം തിരിഞ്ഞു. അയാൾ സംസാരിക്കുന്നില്ല. പകരം കയ്യിലുള്ള തുണി നീക്കി. അതിനുള്ള ഒരു പഴയ തരം പിയാനോയുടെ കീബോർഡായിരുന്നു. കീബോർഡിലെ നടുവിലായി ഒരൊറ്റ ചുവന്ന റോസാപ്പൂ വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആദർശ് ഞെട്ടി. റോസാപ്പൂ, ആദ്യത്തെ കേസ്, വർക്കിയുടെ നെഞ്ചിൽ കണ്ട റോസാപ്പൂ. നിങ്ങൾ ഒന്നിലധികം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. വർക്കി, വിജയൻ മേനോൻ, ഡോക്ടർ മീര എന്നിവരും നിങ്ങൾ തിരയുന്ന അതേ രഹസ്യത്തിൻ്റെ ഭാഗമാണ്, ആദർശ് പറഞ്ഞു. അപ്പോൾ എഡ്ജ് തൻ്റെ മാസ്ക് സാവധാനം അഴിച്ചു മാറ്റി. അവിടെ നിന്ന വ്യക്തി ഒരു യുവതിയായിരുന്നു. ഏകദേശം 20കളുടെ മധ്യത്തിൽ പ്രായം. സൗന്ദര്യമുള്ള എന്നാൽ കണ്ണുകൾ പ്രതികാരത്തിൻ്റെ തീഷ്ണതയുള്ള ഒരു മുഖം. എൻ്റെ പേര് ആശ, അനീഷിൻ്റെ സഹോദരി. ആ യുവതിയുടെ ശബ്ദം മുഴങ്ങി. വർക്കി എൻ്റെ ആദ്യത്തെ ലക്ഷ്യമായിരുന്നു. എസ്ര ബിൽഡിംഗ് ദുരന്തം മറച്ചുവെക്കാൻ സഹായിച്ച 4ാമത്തെ തൂൺ. വർക്കി ഒരു സാക്ഷിയായിരുന്നു. അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ കണ്ടെത്തിയപ്പോൾ എനിക്ക് നേരെ സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ. ആദർശ് തലയാട്ടി. അതുകൊണ്ടാണ് വർക്കിയുടെ നെഞ്ചിൽ റോസാപ്പൂ വെച്ചത്. അത് വർക്കിയുടെ മരണത്തിൻ്റെ ദുരൂഹത കൂട്ടാനുള്ള ആദ്യത്തെ കളിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ള 3 പേരെ നിങ്ങൾ ജീവനോടെ വിട്ടു. അവരെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇൻസ്പെക്ടർ, ആശ പറഞ്ഞു. വിജയൻ മേനോൻ, രമേശ് നമ്പ്യാർ, ഡോക്ടർ മീര, അവർ എൻ്റെ സഹോദരൻ്റെ ജീവനെടുത്തവരാണ്. പക്ഷേ എൻ്റെ പ്രതികാരം അവരുടെ ജീവനെടുക്കുന്നതിലല്ല. എൻ്റെ കളി അവരുടെ പ്രശസ്തിയും പണവും തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ തുറന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചത്. അവരുടെ ക്രിമിനൽ ഭൂതകാലം വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് സൂചനകൾ വെച്ചത്. അവർ ഇപ്പോൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. എങ്കിൽ പിന്നെ എന്തിനാണ് സുകുമാരൻ? ആദർശ് സുകുമാരന് നേരെ നോക്കി. അവനാണ് നിങ്ങൾക്കെതിരായ രഹസ്യ കരാർ ഉണ്ടാക്കാൻ സഹായിച്ച രാജാവ്. അവനെ തട്ടിക്കൊണ്ടുവന്നത് അവൻ ചെയ്തതിൻ്റെ കണക്ക് തീർക്കാനാണ്. എസ്ര ബിൽഡിംഗ് തീപിടുത്തം നടന്ന് 30 വർഷം കഴിഞ്ഞു. ഈ 30 വർഷം ഇവരെല്ലാം അനുഭവിച്ച ഐശ്വര്യത്തിനുള്ള വില. ആശയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കയ്യിലിരുന്ന കീബോർഡ് താഴെ വെച്ചു. അതിൽ നിന്ന് ഒരു ചുവന്ന കാർഡ് കൂടിയെടുത്തു. ക്യൂൻ ഓഫ് സ്പേഡ്. വർക്കിയുടെ മുറിയുടെ കണ്ട അതേ കാർഡ്. ആശ, നിങ്ങൾ അറസ്റ്റിലാണ്. ഈ പ്രതികാരം ഇവിടെ അവസാനിപ്പിക്കുക. നിയമത്തിന് അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. നിയമം പരാജയപ്പെട്ടതുകൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്, ഇൻസ്പെക്ടർ. എൻ്റെ സഹോദരൻ്റെ മരണത്തിൻ്റെ തെളിവുകൾ അവൻ്റെ ശരീരം പോലെ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയെന്ന് കരുതുമ്പോൾ ആ ചിന്തയാണ് എന്നെ വേദനിപ്പിച്ചത്, ആശ വിതുമ്പി. അവൾ പെട്ടെന്ന് കസേരയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ച ഒരു ചെറിയ റിമോട്ട് കൺട്രോൾ എടുത്തു. ഇൻസ്പെക്ടർ, ഞാൻ അവനെ കൊല്ലാൻ പോകുന്നില്ല. ഈ ക്രിമിനൽ ഭൂതകാലത്തിൻ്റെ അവസാനത്തെ സൂചന വെക്കാൻ പോകുകയാണ്. അവൾ റിമോട്ട് ബട്ടൺ അമർത്തിയതും സുകുമാരൻ കെട്ടിയിരുന്ന ഇരുമ്പ് ബീമിൻ്റെ അടിയിൽ നിന്നും പുകയും തീയും ഉയർന്നു. സുകുമാരൻ ഭയന്ന് നിലവിളിച്ചു. വർക്കി ഒരു സാക്ഷിയായി മരിച്ചു. അനീഷിൻ്റെ മരണം ഒരു രഹസ്യമായി തുടരുന്നു. എസ്ര ബിൽഡിങ്ങിലെ എല്ലാ കുറ്റവാളികളുടെയും ബന്ധം തുറന്നു കാട്ടിയ ഈ അവസാനത്തെ തെളിവ് ഞാനിവിടെ സ്ഥാപിക്കുന്നു, ആശ പറഞ്ഞു. സുകുമാരൻ ബന്ധിപ്പിച്ചിരുന്ന ബീമിൻ്റെ തീ ആളിക്കത്തി. സുകുമാരനെ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? എഡ്ജ് എന്ന ആശയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ പ്രതികാര പരമ്പര എവിടെ അവസാനിക്കും? ഇൻസ്പെക്ടർ ആദർശ് ആ നിമിഷം മനസ്സിലാക്കി. ആശ സുകുമാരനെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്. പകരം എസ്ര ബിൽഡിംഗ് ദുരന്തത്തിന്റെ യഥാർത്ഥ തെളിവുകൾ അവൻ കെട്ടിയിരിക്കുന്ന ഇരുമ്പ് ബീമിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ തെളിവുകൾ നശിപ്പിക്കാനാണ് അവൾ തീ കൊളുത്തിയിരിക്കുന്നത്. സുകുമാരൻ ഭയന്ന് നിലവിളിച്ചു. തീ ബീമിന്റെ അടിഭാഗത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങി. ആശ, നിൽക്കൂ. ഈ പ്രതികാരം നിയമത്തിന്റെ കൈകളിലേക്ക് വിടുക. എസ്ര ബിൽഡിംഗ് കേസിലെ രേഖകൾ ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരന് നീതി ലഭിക്കും, ആദർശ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആശയുടെ കണ്ണുകളിൽ ആദർശം നേർതിരിഞ്ഞു. നിസ്സംഗതയും വേദനയുമായിരുന്നു ആ കണ്ണുകളിൽ. നിങ്ങൾ വൈകിപ്പോയി, ഇൻസ്പെക്ടർ. ഈ ലോകം നിങ്ങൾക്ക് നീതി നൽകിയില്ല. അനീഷിൻ്റെ മരണത്തിൻ്റെ രഹസ്യം അവൻ്റെ സഹോദരി സ്വന്തമായി പുറത്തു കൊണ്ടുവരണം. ആ തെളിവുകൾ ഇവിടെ നശിപ്പിച്ചാൽ ബാക്കിയുള്ള 3 പേർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ കണ്ട ഡയറി, ക്ലബ് ചിഹ്നം, ക്യൂൻ ഓഫ് സ്പേഡ് എല്ലാം അവരുടെ ക്രിമിനൽ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളാണ്. ഈ നീതി അവസാനത്തെ താളം. ആശ തിരിഞ്ഞ് ടവറിൻ്റെ അരികിലേക്ക് ഓടി. സുകുമാരനെ രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമായി ആദർശന് തോന്നിയത് ആ ബീമിനുള്ളിലെ തെളിവുകൾ കണ്ടെത്തുക
എന്നതായിരുന്നു. അയാൾ ഉടൻ തന്നെ തൻ്റെ ടീമിന് വയർലെസ് വഴി നിർദ്ദേശം നൽകി. എല്ലാ യൂണിറ്റുകളും 100-ാം നിലയിലേക്ക് വരിക, തീയണയ്ക്കുന്ന ഉപകരണം കൊണ്ടുവരിക. ഉടൻ ആദർശ് സുകുമാരൻ്റെ അടുത്തേക്ക് കുതിച്ചു. തീ ആളിക്കത്തുന്ന ഭീമനോട് ചേർന്നാണ് സുകുമാരനെ കെട്ടിയിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ചെറിയ പോക്കറ്റ് കത്തി ഉപയോഗിച്ച് ആദർശ് സുകുമാരനെ കെട്ടുകൾ അഴിച്ചു മാറ്റി. അവനെ ഒരു കോണിലേക്ക് തള്ളി മാറ്റിയ ശേഷം ആദർശ് ഭീമനുള്ളിലെ തീ കെടുത്താൻ ശ്രമിച്ചു. ഈ സമയം കൊണ്ട് ആശ ടവറിൻ്റെ അരികിലെത്തിയിരുന്നു. ടവറിൻ്റെ അറ്റത്ത് ഒരു വലിയ ഇരുമ്പ് പൈപ്പിൽ പിടിച്ച് തൂങ്ങി അവൾ താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. അകത്തേക്ക് ഓടിക്കയറിയ പോലീസ് ഓഫീസർ തീ അണയ്ക്കുന്ന ഉപകരണം ഉപയോഗിച്ച് ഭീമനുള്ളിലെ തീ കെടുത്തി. ഭാഗികമായി കത്തിത്തിരിഞ്ഞ നിലയിലായിരുന്നെങ്കിലും ഭീമനുള്ളിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ ഹാർഡ് ഡിസ്കും ആദർശ് കണ്ടെത്തി. നമുക്കത് കിട്ടി, ആദർശ് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അതിനിടയിൽ ടവറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടങ്ങുകയായിരുന്ന ആശയെ പോലീസ് ഓഫീസർ വളഞ്ഞു. ആശ, വേണ്ട, ദയവായി താഴെ ഇറങ്ങൂ, ആദർശ് വിളിച്ചു പറഞ്ഞു. ഇല്ല ഇൻസ്പെക്ടർ, എന്നെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കളി എൻ്റേതാണ്. എൻ്റെ പ്രതികാരം അവസാനിച്ചു. ആശയുടെ സ്വരം കാറ്റിൽ ഇടറി. എന്നാൽ അവൾക്ക് അധികം താഴേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇരുമ്പ് പൈപ്പിലെ പിടിവിട്ട് അവൾ ടവറിൻ്റെ സൈഡിൽ സ്ഥാപിച്ചിരുന്ന ഒരു ചെറിയ ഇരുമ്പ് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. ആദർശിൻ്റെ ടീമും അങ്ങോട്ട് പാഞ്ഞെത്തി. ആശ അവിടെ തളർന്നിരുന്നു. കയ്യിൽ അവൾ അവസാനമായി എടുത്ത ക്യൂനോസ് സ്പീഡ് എന്ന കാർഡ് മുറുകെ പിടിച്ചിരുന്നു. ഈ കാർഡ് എൻ്റെ സഹോദരൻ സമ്മാനിച്ചതായിരുന്നു. അവൾ കയ്യിലിരുന്ന ആ പഴയ പിയാനോയിലെ കീബോർഡ് പോലെ. എനിക്ക് ഈ ലോകം ഒരു കളിയായി തോന്നി. ആശയുടെ ശബ്ദം നേർത്തു. ആദർശ് സാവധാനം അവളുടെ അരികിലേക്ക് നടന്നു. നിങ്ങൾ ചെയ്തത് തെറ്റായ വഴിയായിരിക്കാം ആശ, പക്ഷേ നിങ്ങൾ നീതിക്കു വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഊഴമാണ്. എസ്ര ബിൽഡിങ്ങിൻ്റെ ദുരന്തത്തിന് കാരണമായ എല്ലാവർക്കും ശിക്ഷ ലഭിക്കും. ആദർശ് അവൾക്ക് നേരെ കൈ നീട്ടി. ആശ ആ കൈ സ്വീകരിച്ചില്ല. അവൾ ആദർശിനെ നോക്കി ദുർബലമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു പിയാനോ സംഗീതം പോലെ നേരിയ ആശ്വാസം നിറഞ്ഞിരുന്നു. പ്രതികാരം പൂർത്തിയാക്കിയ ഒരാളുടെ നിശബ്ദമായ വിജയം. ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ വലിയ നഗരം ഒരു ബോർഡ് ഗെയിം പോലെ തോന്നി. നിയമത്തിൻ്റെ വഴികളെ തകർത്തെറിഞ്ഞ ആ കളിയുടെ അവസാനത്തെ കളി, നിഴലിലെ കളി. പിന്നീട് ആശയുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലഭിച്ച നിർണായകമായ തെളിവുകൾ പ്രകാരം വിജയൻ മേനോൻ്റെയും രമേഷ് നമ്പ്യാരുടെയും സുകുമാരൻ്റെയും ഡോക്ടർ മീരയുടെയും എസ്ര ബിൽഡിംഗ് തട്ടിപ്പിലെ പങ്ക് പുറത്തുവരികയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ആശയെ നിയമം നേരിട്ടെങ്കിലും അവൾ തുറന്നിട്ട വാതിൽ വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഒരു നീതിയെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നു.